നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫൈനൽ ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പ്രത്യേകിച്ച് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഇന്ന ടോപ്പിക്സ് എന്നല്ല, നമ്മൾ ഏകദേശം കുറെ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോകാൻ പോവുകയാണ്. ഇതൊരിക്കലും ഒരു ഡീറ്റെയിൽഡ് വേർഷൻ അല്ല. നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞു പോകാം. അതിനകത്ത് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ചട്ടമ്പി സ്വാമി. അപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ ചട്ടമ്പി സ്വാമി ചോദിക്കുന്നുണ്ട്. ചട്ടമ്പി സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്നാമത് ചോദിക്കുന്നത്. അപ്പൊ കൃതികൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികള്. എല്ലാ വർഷവും ഒരു ചോദ്യമുണ്ട്. ഒന്ന് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്. അതുപോലെ പ്രാചീന മലയാളം, എല്ലാം സ്ഥിരം ചോദ്യം. പ്രാചീന മലയാളം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഞാൻ എല്ലാം എഴുതുന്നില്ല. ക്രിസ്തു മതചേതനം, ഇത് ചിലർക്ക് അറിയില്ലായിരിക്കും. ക്രിസ്തു മതചേതനം ഇത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തു മതചേതനം. ഇതെല്ലാം ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. മറ്റ് കൃതികളാണ് PSC സ്ഥിരം ചോദിക്കാറുണ്ട്. ഇപ്പം രണ്ടാമത്തെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചാണ് ആദി ഭാഷ. ആരെഴുതിയതാണെന്ന് ചോദിച്ചു. ചട്ടമ്പി സ്വാമിയുടെയാണ് ആദി ഭാഷ എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ, ഈ നാലെണ്ണമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. ആദി ഭാഷ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഈ നാലെണ്ണം PSCയുടെ ഡിഗ്രി പ്രിലിംസിന്റെ സ്ഥിരം ചോദ്യമാണ്. ഇനി അല്ലാതെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിജാനന്ദ വിലാസം പഠിച്ചു വെക്കുക. നിജാന്ന് ആലോചിക്കുക, നിജസ്ഥിതിന്നോ അങ്ങനെ എന്തെങ്കിലും. നിജാനന്ദ വിലാസം ഇദ്ദേഹത്തിന്റെയാണ്. നിജാനന്ദ വിലാസം. അദ്വൈത പഞ്ചരം, അദ്വൈത പഞ്ചരം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. പിന്നെ തർക്ക രഹസ്യ രത്നം, തർക്ക രഹസ്യ രത്നം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. തമിഴകം, ഓർത്തു വെച്ചേക്ക, തമിഴകം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. പിന്നെ ജീവകാരുണ്യ നിരൂപണം, ഒരു നിരൂപണം വേദാധികാര നിരൂപണം, മറ്റൊരു നിരൂപണം കൂടെയുണ്ട് ജീവകാരുണ്യ നിരൂപണം. അത് ചോദിച്ചാലും ചട്ടമ്പി സ്വാമിയുടെ തന്നെയാണ്. ഒരു നിരൂപണം കൂടെയുണ്ട് പുനർജന്മ നിരൂപണം. പുനർജന്മ നിരൂപണം ഇതും ഇദ്ദേഹത്തിന്റെയാണ്. പുനർജന്മ നിരൂപണം എന്ന് പറയുന്നതും ആരുടെയാണ്? ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ നിരൂപണം തന്നെ ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, പിന്നെ സ്ഥിരം ചോദിക്കുന്ന വേദാധികാര നിരൂപണം. ഇത്രയും കൃതികള് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചട്ടമ്പി സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്ക. ചട്ടമ്പി സ്വാമിയെ നമുക്കറിയാം സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നു, അല്ലെ? കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു. കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്നതൊക്കെ ആരാണ്? ഈ ചട്ടമ്പി സ്വാമികളാണെന്ന് ഓർത്തു വെച്ചേക്ക. പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാചീന മലയാളമാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? പ്രാചീന മലയാളത്തിന്റെ പ്രത്യേകത പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായിട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരു പുരാവൃത്തമുണ്ട്. അതിനെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതി പ്രാചീന മലയാളമാണ്. അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം. അത് നമ്മൾ തെറ്റിപ്പോകാറുണ്ട്. ഈ മോക്ഷപ്രദീപം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത് ആരുടെ കൃതി? ചട്ടമ്പി സ്വാമിയുടെ. ഈ മോക്ഷപ്രദീപത്തിനെ വിമർശിച്ചുകൊണ്ട് ക്രിറ്റിസിസം എഴുതില്ലേ, അങ്ങനെ എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. അപ്പൊ പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതി. ഈ ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളം. എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ചിട്ടുള്ള ചട്ടമ്പി സ്വാമിയുടെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണമാണ്. ശൂദ്രന്മാർക്കും പഠിക്കാം, ഈ ബ്രാഹ്മണന്മാരുടെ കുത്തകയല്ല വേദങ്ങൾ എന്ന് പറഞ്ഞത് വേദാധികാര നിരൂപണത്തിനാണ്. ഓർത്തു വെച്ചേക്കുമല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും ഇദ്ദേഹത്തിന്റെ കൃതികളുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമികൾ എന്നാണ് കണ്ടതെന്ന് ചോദിക്കാം. 1882 എവിടെ വെച്ചിട്ടാണ് കണ്ടത്? ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് 1882 ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും തമ്മിൽ കണ്ടത്. അതുപോലെ ഹഠയോഗ വിദ്യ ഉണ്ടല്ലോ, അത് ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും അഭ്യസിപ്പിച്ചെടുത്തത് അതാരാണെന്ന് ചോദിക്കാം. തൈക്കാട് അയ്യാ സ്വാമികളിൽ നിന്നാണ്. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം
ശ്രീനാരായണ ഗുരു ഒരു കൃതി രചിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പേരെന്താ? നവമഞ്ജരി. പ്രീവിയസ് ചോദ്യമാണ്. നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഇതിനകത്ത് ചട്ടമ്പി സ്വാമിയെ എന്താണ് ബഹുമാനാർത്ഥം, അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ബഹുമാനാർത്ഥം എഴുതിയതാണ് നവമഞ്ജരി. ഇവർ തമ്മിൽ കണ്ട വർഷം 1882. അതുപോലെ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ കണ്ടത് തൊട്ടൊരു 10 വർഷം കഴിഞ്ഞ് +10 1892 ആരെ കാണുന്നത്? ചട്ടമ്പി സ്വാമിയും നമ്മുടെ വിവേകാനന്ദനും കൂടെ കണ്ടത്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത് വിവേകാനന്ദനാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. ഇനി ഈ കൂട്ടത്തിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ശ്രീനാരായണ ഗുരു. നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുവിന്റെ കാര്യങ്ങളൊക്കെ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ. ഇദ്ദേഹത്തിന്റെ രചനകൾ സ്ഥിരം ചോദ്യമാണ്. ആത്മോപദേശ ശതകം, PSC യുടെ സ്ഥിരം ചോദ്യം ആത്മ ഉപദേശ ശതകം. ആത്മോപദേശ തെറ്റിപ്പോയി, ആത്മോപദേശ ശതകം. ഇത് PSC യുടെ ചോദ്യമാണ്. ശിവശതകം, ശതകം ഓർത്തോണം, ഇത് സ്ഥിരം ചോദ്യമാണ്. ദൈവദശകം സ്ഥിരം ചോദ്യമാണ്. ഓക്കെ. പിന്നെ ജാതി മീമാംസ, ജാതി മീമാംസ ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇപ്പൊ നമ്മളൊരു കൃതിയുടെ പേര് പറഞ്ഞല്ലോ, എന്തുവാ അത്? നവമഞ്ജരി. ആരെ പറ്റിയിട്ട് എഴുതി? ചട്ടമ്പി സ്വാമിയെ പറ്റിയിട്ട് എഴുതിയതാണ് അല്ലെ. പിന്നെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം സ്ഥിരം ചോദിക്കും കേട്ടോ. ദൈവദശകവും ശിവശതകവും ആത്മോപദേശ ശതകവുമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ജാതി മീമാംസ, ജാതി ചേർത്ത് കുറച്ചെണ്ണം ഉണ്ട്. ജാതി ലക്ഷണം, ജാതി നിർണയം. ഓക്കെ, ഇതെല്ലാം ആരുടെയാണ്? ഇദ്ദേഹത്തിന്റെയാണ്. ഇവിടെ ജീവകാരുണ്യ നിരൂപണമാണ് ആരുടേതെങ്കിൽ, ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ ആണെങ്കിൽ ജീവകാരുണ്യ പഞ്ചകമാരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ഓക്കെ. അദ്വൈത ദീപിക പ്രീവിയസ് ചോദ്യമാണ്. അദ്വൈത ദീപിക ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുക്കുറൽ ഉണ്ടല്ലോ, തിരുക്കുറല് മൊഴിമാറ്റം നടത്തിയിട്ട് മലയാളത്തിലേക്ക് മാറ്റിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ദൈവദശകമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ദൈവദശകം എന്നാണ് രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1914 ഓർത്തു വെച്ചേക്കാം. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. സർവമത സമ്മേളനത്തെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് അല്ലെ. സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്നത് ഏത് വർഷ? 1924 സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അതുപോലെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ചോദ്യം ഉണ്ടല്ലോ, എന്താ അത്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ ഏതാ വർഷം? 1887 അരുവിപ്പുറം പ്രതിഷ്ഠ. ഹഠയോഗം ഞാൻ ഓൾറെഡി പറഞ്ഞു, തൈക്കാട് അയ്യാവാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കാം. ദെൻ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് SNDP എന്ന് പറയുന്നത് അല്ലെ. SNDP സ്ഥാപിതമായിട്ടുള്ള വർഷം ഇതൊക്കെ എല്ലാവർക്കും അറിയാം, 1903 അല്ലെ. 1903 മെയ് മാസം 15 SNDP രൂപീകൃതമായത്. ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആജീവനാന്ത കാല അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ വിവേകോദയം, SNDPയുടെ മുഖപത്രമായിരുന്നു വിവേകോദയം. ആരംഭിച്ച വർഷം തൊട്ടടുത്ത വർഷം 1904 ആരംഭിച്ചത്. ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് കുമാരനാശാനായിരുന്നു. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നതും ഈ പത്രം തന്നെയാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന സ്ഥിരം ചോദ്യമാണ്. ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെച്ചാൽ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, അത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചനയാണ്. 2014 100 വർഷം ആഘോഷിച്ചത് ദൈവദശകം എഴുതിയിട്ട് 100 വർഷം തികഞ്ഞത് 2014 2014 ഓർത്തു വെച്ചേക്കുമല്ലോ ഇത്രയും. അതുപോലെ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, അതായത് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്, ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച് ശിവഗിരിയിൽ വെച്ചിട്ടാണ്, വർക്കല ശിവഗിരി, 1925 മാർച്ച് മാസം 12 എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആണല്ലോ. അതുപോലെ ടാഗോർ കണ്ടത് ഒരു 3 വർഷം മുമ്പാണ്, 22 കണ്ടത്, നവംബർ 22 1922 നവംബർ 22 ശിവഗിരിയിൽ വെച്ച് തന്നെയാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഓർത്തു വെച്ചോണം.
അപ്പൊ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇതിനകത്ത് എപ്പോഴും ചോദിക്കുന്നത് കൃതികളാണ്. അതുപോലെ അരുവിപ്പുറത്ത് ഈ പറയുന്ന കൂട്ട് തന്നെ പ്രതിഷ്ഠ എന്നാന്ന് ചോദിക്കുവാണെങ്കിൽ ഓർത്തു വെച്ചേക്കുക 1888 കേട്ടോ. അരുവിപ്പുറ പ്രതിഷ്ഠ എന്ന് പറയുന്നത് 1888 ക്ഷേത്രം പണി കഴിപ്പിച്ചതാണ് 87 അരുവിപ്പുറം പ്രതിഷ്ഠ 88 വാവൂട്ട് യോഗം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അരുവിപ്പുറം ക്ഷേത്ര യോഗം അഥവാ വാവൂട്ട് യോഗം 1898 ഒരു 10 വർഷം കൂടെ കഴിഞ്ഞപ്പോ. ഓക്കെ ആണല്ലോ. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു തൈക്കാട് അയ്യാവാണ് അല്ലെ. തൈക്കാട് അയ്യാവ് ആരുടെയൊക്കെ ഗുരു ആയിരുന്നു നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി അയ്യങ്കാളിയുടെയും ആയിരുന്നു. അയ്യങ്കാളിയുടെയും ഗുരുവായിരുന്നു തൈക്കാട് അയ്യാവ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ രാജാ രവിവർമ്മയുടെയും സ്വാതി തിരുനാളിന്റെയും ഒക്കെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാവ് എന്ന് പറയുന്നത്. ഈ പന്തി ഭോജനം തൈക്കാട് അയ്യാവിന്റെയാണ്. മിശ്ര ഭോജനം ആരുടെയാ? സഹോദരൻ അയ്യപ്പന്റെയാണ്. സമപന്തി ഭോജനമാണ് വൈകുണ്ഠസ്വാമികളുടേത്. തെറ്റിക്കരുത്. പന്തി ഭോജനം തൈക്കാട് അയ്യാവാണ്, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ വരും. ഓക്കെ. പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ജസ്റ്റ് അപ്പുറത്ത് നോക്കട്ടെ, ഇവിടോട്ട് എഴുതാം. രാമായണം പാട്ട് ഒന്ന്. രാമായണം പാട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് തൈക്കാട് അയ്യാവിന്റെ. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. രാമായണം സുന്ദരകാന്ഡം, രാമായണം ബാലകാന്ഡം തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മാത്രം മതി. ദെൻ ആനന്ദമതം. ആനന്ദമതം സ്ഥിരം ചോദ്യമാണ്. ആനന്ദമതം എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആനന്ദമതം. ആ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നത് 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. അതുപോലെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ തെറ്റിക്കരുത്. നമ്മൾ പറഞ്ഞു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു കൃതിയുണ്ട് മോക്ഷപ്രദീപം. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് ചട്ടമ്പി സ്വാമി എഴുതിയതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ മോക്ഷപ്രദീപം ആരുടെയാണ്? ജ്ഞാനക്കുമ്മി എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെയാണ്. അത് സ്ഥിരം ചോദിച്ചു കാണാറുണ്ട്. ജ്ഞാനക്കുമ്മി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തു വെച്ചേക്കുക. ഈ പറഞ്ഞത് കൂട്ട് തന്നെ ആനന്ദമതം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ കൃതികൾ നോക്കുന്ന സമയത്ത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മോക്ഷപ്രദീപം. ആനന്ദക്കുമ്മി, ഈ ആനന്ദക്കുമ്മി ചോദിക്കാറുണ്ട്. ആനന്ദക്കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. ആനന്ദ ബ്രഹ്മാനന്ദ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ആനന്ദം ചേർത്ത് ഇദ്ദേഹത്തിന് കുറെ കൃതികളുണ്ട്. ആനന്ദക്കുമ്മി, ആനന്ദഗാനം, ആനന്ദസൂത്രം, ആനന്ദ സോപാനം, ആനന്ദ വിമാനം, ആനന്ദ ഗുരുഗീത, ഈ തുടങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെയാണ്. അപ്പൊ ആനന്ദം വരുമ്പോ ഓർത്തോണം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപം ഇനി മറന്നു പോകരുത്. അതുപോലെ ആനന്ദക്കുമ്മി സ്ഥിരം ചോദിക്കും. ബാക്കി ആനന്ദമൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് രണ്ടെണ്ണമാണ് സ്ഥിരം ചോദിക്കുന്നത്. പിന്നെ ശിവയോഗ രഹസ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ശിവയോഗ രഹസ്യം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ആരുടെയാണ്? ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെയാണ്. ഓക്കെ ആണല്ലോ. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ പേരാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. വൈകുണ്ഠ സ്വാമികളുടെയാണ് സമത്വ സമാജം. ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിൽ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു സമത്വ സമാജം. ഏതാ വർഷം? 1836 1836. പിന്നെ വൈകുണ്ഠ സ്വാമികളുടെ സംഭാവനകൾ ചോദിക്കുന്ന സമയത്ത് ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം, അതായത് മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയത് ഇദ്ദേഹമാണ്. ദക്ഷിണേന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹമാണ്. ദേവദാസി സമ്പ്രദായം എതിർത്തത് ഇദ്ദേഹമാണ്. പ്രധാനമായിട്ടും ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട 5 പതികൾ ചോദിക്കാറുണ്ട് അല്ലെ. അയ്യാവഴി എന്ന് പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതിയായിരുന്നു അല്ലെ അയ്യാവഴി എന്ന് പറയുന്നത്. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങളെയാണ് പതി എന്ന് വിളിച്ചത്, പതികൾ എന്ന് വിളിച്ചു അല്ലെ. പതികൾ എന്ന് വിളിച്ചത് ഈ അയ്യാവഴി എന്ന് ശരിക്കും ഒരു മതം എന്നുള്ള രീതിയിലാണ്. മതം മീൻസ് അഭിപ്രായമാണല്ലോ, ചിന്തയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളായിരുന്നു പതികള്. അങ്ങനെ ആദ്യത്തെ പതി, ആ ക്ഷേത്രം അറിയപ്പെടുന്നത് സ്വാമിത്തോപ്പ് എന്നായിരുന്നു. പ്രധാനപ്പെട്ട 5 പതികളാണ്. ഒന്ന് സ്വാമിത്തോപ്പ്, അതുപോലെ അമ്പലപ്പതി, താമരക്കുളം പതി, മുട്ടപ്പതി, പൂപ്പതി, ഇത്രയെന്ന് പറയുന്നത്.
അതുകൂട്ടി ഈ പന്തി കൂട്ടായ്മ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സമപന്തി ഭോജനം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇതൊക്കെയാണ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത്. ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നെ വാഗ്ഭടാനന്ദനെ ചോദിക്കാറുണ്ട്. വാഗ്ഭടാനന്ദന്റെ മാസികകളില് ആത്മവിദ്യാ കാഹളം ചോദിച്ചു കാണാറുണ്ട്. ആത്മവിദ്യാ കാഹളം ഏതാ വർഷം? 1929. ആത്മവിദ്യാ കാഹളം പ്രധാനപ്പെട്ട മാസികയാണ്. ആരുടെ? വാഗ്ഭടാനന്ദന്റെയാണ്. ആത്മവിദ്യാ സംഘമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസ്ഥാനം എന്ന് പറയുന്നത്. സ്വതന്ത്ര ചിന്താമണി, ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കവിത ഏതാണ്? സ്വതന്ത്ര ചിന്താമണി. ഇത് എഴുതിയത് വാഗ്ഭടാനന്ദനാണ്. ആണല്ലോ. അപ്പം അഭിനവ കേരളം എന്ന് പറയുന്നത് സ്ഥിരം ചോദിച്ചിട്ടുണ്ട്. ആത്മവിദ്യയുടെ ആ സംഘത്തിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം. 1921 കോഴിക്കോട് നിന്നാണ് അഭിനവ കേരളം പ്രസിദ്ധീകരണം ആരംഭിച്ചിരിക്കുന്നത്. ആത്മവിദ്യാ കാഹളമാണ് ഈ പറഞ്ഞുകൂട്ട് ഇമ്പോർട്ടന്റ്. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു മാസികയായിരുന്നു ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഈശ്വര വിചാരം തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പം എപ്പോഴും വാഗ്ഭടാനന്ദനെ പറ്റിയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ആത്മവിദ്യാ കാഹളമാണ്, മാസികയാണ്. അഭിനവ കേരളം ചോദിക്കാറുണ്ട്, മുഖപത്രമാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണെന്നും ചോദിക്കാറുണ്ട്. ദെൻ അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു ചോദ്യം അയ്യങ്കാളിയെ പറ്റിയിട്ടുണ്ട്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്, അല്ലെ? അതുപോലെ പുലയ ലഹള നടക്കുന്നത് 1915. മറ്റ് ലഹളയുടെ പേരുകളാണ് ഊരൂട്ടമ്പലം ലഹള ചോദിച്ചിട്ടുണ്ട്. ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നത് ഇതാണ്. അതുപോലെ ഈ പുലയ സമുദായത്തിലെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്, വില്ലുവണ്ടി സമരം മുന്നോട്ട് വെച്ചത്. ഈ പറഞ്ഞ കൂട്ട് തന്നെ പുലയ വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. അത് 1905. ഇതിനു ശേഷമാണ് ഈ പറയുന്നത് കൂട്ട് തന്നെ സാധുജന പരിപാലനമൊക്കെ സംഘം സ്ഥാപിക്കുന്നത്. 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത്. പിന്നീട് ഈ പറയുന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകി. അതാരാണെന്ന് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീമൂലമാണ്. ശ്രീമൂലം തിരുനാളാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്കും സ്കൂൾ പ്രവേശനം നടക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരം ചോദ്യം. പിന്നെ പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പം കല്ലുമാല സമരം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് കല്ലുമാല സമരം? ഇത് ഏത് വർഷമാണ് നടന്നത്? 1915 കല്ലുമാല സമരം നടക്കുന്നത്. അപ്പം ഇതൊക്കെ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് നഷ്ടമാവില്ല. ഇനിയിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യമാണ് സഹോദരൻ അയ്യപ്പനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. സഹോദരൻ അയ്യപ്പൻ അതായത് സഹോദര സംഘമാണ് സ്ഥാപിച്ചത്, അല്ലെ? 1917 സഹോദര സംഘം ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. ജാതി നശീകരണമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മാസികകളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. സോഷ്യലിസ്റ്റ് പാർട്ടി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോഷ്യലിസ്റ്റ് പാർട്ടി വർഷം ഏതാ? 1938. അതുപോലെ യുക്തിവാദി എന്ന് പറയുന്നത് മാസികയാണ് ഇദ്ദേഹത്തിന്റെ. യുക്തിവാദി മാസികയാണ്. സഹോദരനും മാസികയാണ്. അപ്പം യുക്തിവാദി, സഹോദരൻ മാസികകളാണ് ഇദ്ദേഹത്തിന്റെ. ആരുടെയാ? സഹോദരൻ അയ്യപ്പന്റെ കാര്യമായി പറയുന്നത്. വേലക്കാരനാണ് ഇദ്ദേഹത്തിന്റെ പത്രം. വേലക്കാരൻ പത്രമാണ്, തെറ്റിക്കരുത്. യുക്തിവാദിയും സഹോദരനും ഇദ്ദേഹത്തിന്റെ മാസികകളും, വേലക്കാരനാണ് ഇദ്ദേഹത്തിന്റെ പത്രം. ഇതിനകത്ത് മട്ടാഞ്ചേരിയിൽ നിന്നും സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ചതാണ് ഈ സഹോദരൻ എന്ന് പറയുന്ന മാസിക. അതിന്റെ പ്രധാനപ്പെട്ട വാക്യം മനുഷ്യരെല്ലാം സഹോദരന്മാരാകുന്നു എന്നുള്ളതാണ്. അതുപോലെ യുക്തിവാദി ചോദിച്ചിട്ടുണ്ട്. 1928 യുക്തിവാദി എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത്. 1928 യുക്തിവാദി പ്രീവിയസ് ചോദ്യമാണ്. അതുപോലെ വേലക്കാരൻ പത്രമാണ് 1933 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റിയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി സന്ദേശവും അഹല്യയും. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി, തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഒന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ
ശീതയുദ്ധം അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ, യുണൈറ്റഡ് നേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ ഒന്ന് പറഞ്ഞാലോ. അതിനകത്ത് ഒന്ന് മ്യൂണിക് ഉടമ്പടി എന്ന് പറയും. അതായത് 1938 ഈ മ്യൂണിക് ഉടമ്പടി. ഇത് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത് സുഡറ്റൻ ലാൻഡിന് മേല് ജർമ്മനി അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഒത്തുകൂടി. അതാണ് മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം മ്യൂണിക് ഉടമ്പടിയെ തുടർന്ന് ജർമ്മനിക്ക് നൽകാൻ ഏത് സ്ഥലം തീരുമാനിക്കുന്നു? സുഡറ്റൻ ലാൻഡ് തീരുമാനിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് മ്യൂണിക് ഉടമ്പടിയാണ്. അതുപോലെ തന്നെ ഈ പേൾ ഹാർബർ ആക്രമണം നോക്കിയിട്ട് പോവുക. 41 ഡിസംബർ മാസം 7, 1941 ഡിസംബർ മാസം 7 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതാണ് അമേരിക്കയില് സെക്കൻഡ് മഹായുദ്ധം അവര് പങ്കെടുക്കാൻ കാരണമായിട്ട് തീർന്നത്. അത് പ്രീവിയസ് ചോദ്യമാണ്. അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കാൻ കാരണമായ സംഭവമാണ് പേൾ ഹാർബർ ആക്രമണം. 1941 ഡിസംബർ മാസം 7 പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. അതോടുകൂടിയിട്ടാണ് ഇവരും കൂടെ അതിലേക്ക് എൻ്റർ ആവുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ശീതസമരം. ശീതസമരം മീൻസ് കോൾഡ് വാർ എന്ന് പറയുന്നത്. നമുക്കറിയാം 2ാം ലോക യുദ്ധകാലത്ത് ഫാസിസത്തിനെതിരെ ഭിന്നതകൾ മറന്നിട്ട് ഒരുമിച്ചതായിരുന്നു റഷ്യയും അമേരിക്കയും. ഇപ്പൊ അവർ തമ്മിൽ ഇഷ്ടമല്ല, റഷ്യയും അമേരിക്കയും. അപ്പം 2ാം ലോക അതായത് യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ടായിട്ട് മാറുകയും ചെയ്തു. അതിനിടയ്ക്ക് എന്താ ശീതസമരം എന്ന് പറയുന്നത്? അതായത് ശത്രുതയുണ്ട്. ഒന്ന് മുതലാളിത്ത രാഷ്ട്രമാണ് അമേരിക്ക, ഒന്ന് സോഷ്യലിസ്റ്റ് ചേരിയാണ്. ഇവര് തമ്മിൽ ആശയപരമായിട്ടുള്ള സംഘർഷം, അതാണ് ശീതയുദ്ധം എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബെർണാഡ് ബറൂച്ച് ആണ് ഈ കോൾഡ് വാർ എന്ന് ഇതിനെ വിളിച്ചത്. ഹോട്ട് വാർ അല്ല, കോൾഡ് വാർ. അതുപോലെ ശീതസമരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അത് എഴുതിയത് വോൾട്ടർ ലിപ്മാൻ ആണ്. അതും ചോദിച്ചു കാണാറുണ്ട്. അതുപോലെ ശീതസമരത്തിന്റെ ഭാഗമായി നടന്ന ഒരു സംഭവമുണ്ട്. ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ക്യൂബൈൻ മിസൈൽ പ്രതിസന്ധി. 1962 കോൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി 1962 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ സൈനിക സഖ്യങ്ങള്. +2 ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തവരെ വേഗം എടുത്തൊന്ന് വായിക്കുക. ഇതിനകത്ത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ 1949 ഫോം ചെയ്തു. അതിനകത്ത് ആരൊക്കെയാ ഉള്ളത്? അമേരിക്കയും സഖ്യകക്ഷികളും. സീറ്റോ ഉണ്ട് അല്ലെ. സീറ്റോ എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയായിരുന്നു? അമേരിക്കയും സഖ്യകക്ഷികളും. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സെന്റോ എന്ന് പറയുന്നതും അമേരിക്കയും സഖ്യകക്ഷികളുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമുണ്ടല്ലോ, വാഴ്സ ഉടമ്പടി. ആരൊക്കെയാ അത്? വാഴ്സ ഉടമ്പടി പാക്ട് 1955 ഇവിടെ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളുമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയൊക്കെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനകളും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ, ജനറൽ അസംബ്ലി, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, രക്ഷാസമിതി, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലേറ്റസ്റ്റ് ചോദ്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ അനുബന്ധ ഏജൻസികളെ പറ്റിയിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അതും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഈ പറഞ്ഞുകൊണ്ട് തന്നെ IMF-ഓ അല്ലെങ്കിൽ യുനെസ്കോയോ അല്ലെങ്കിൽ വേൾഡ് ബാങ്കിനെ പറ്റി, യുണിസെഫിനെ പറ്റിയിട്ടും UNDP-യെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ലോകാരോഗ്യ സംഘടന, അതുപോലെ എന്താണ് എല്ലാം ഒന്ന് നോക്കിയേരെ. ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല, എല്ലാം പറയാൻ സമയമില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത് WTO ആയിരുന്നു. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ചോദിച്ചത്. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി ആരായിരുന്നു എന്നാ ചോദിച്ചത്. ഗാട്ട് അല്ലയോ? ഗാട്ട് ആണ് മുൻഗാമി. ഗാട്ട് മീൻസ് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. ഗാട്ട് കരാർ ഒപ്പുവെച്ചത് 1947 ഒക്ടോബർ മാസം 30 അപ്പൊ ഈ പറഞ്ഞ WTOയുടെ മുൻഗാമിയാണ് ഗാട്ട്. അതിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിലവിൽ വന്നത് 1948 ജനുവരി 1 ഈ ലോക വ്യാപാര സംഘടന വരുന്നത് WTO വന്നത് 1995 ജനുവരി 1 ഗാട്ട് ഓർത്തോണേ. ആസ്ഥാനം എവിടാ? ജനീവയാണ്.
അതുപോലെ ഇതിനകത്ത് നമ്മൾ അംഗമാകുന്നത് നമ്മൾ സ്ഥാപിത അംഗമാണ്. 1995 ജനുവരി 1 തൊട്ട് തന്നെ നമ്മൾ അംഗമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞുകൊണ്ട് തന്നെ കേരള ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ നോക്കുക. ഇംഗ്ലീഷ് ഒക്കെ കൃത്യമായിട്ട് പ്രീവിയസ് 2 വർഷത്തെ ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ടൊക്കെ പോയി എഴുതുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.